എനിക്ക് തമിഴ് പറയാൻ അറിയത്തില്ല, ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ അടുത്തൊരു കുരുമുളക് ഐറ്റം ഉള്ളത് അഗളിപ്പപ്പർ എന്നാണ് പേര്. അത് 1 കിലോയ്ക്ക് പച്ചക്കിലോ 1 കിലോ മുളകിയാൽ 1/2 കിലോ ഉണക്ക് കിട്ടും. 450 ഗ്രാം ഉറപ്പായിട്ടും കിട്ടും. 1/2 കിലോ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് ധൃതപാട്ടക്കേട് ഉണ്ടായിരിക്കുകയില്ല. ആ ഐറ്റത്തിന് എല്ലായിടത്തും ഈ നോവ് വന്ന് പോകുന്നത് അത് ഉണ്ടാകാറില്ല, അത് ഉണ്ടാവുകയില്ല, ഒരു 95%. പിന്നെ അത് പഴുത്ത് കഴിഞ്ഞാൽ കിളി കഴിക്കത്തില്ല. അതിൻ്റെ ബോൾഡാണ്, അതിൻ്റെ കരിമണ്ടയിൽ കഴിഞ്ഞും ബോൾഡാണത്. എവിടെ വേണേലും കൃഷിയാവുന്നതാണ്. ഒരു 40-50 കൊല്ലമായിട്ട് കേടില്ലാത്ത കൊടികൾ ഇപ്പോൾ ധാരാളം നമ്മുടെ സ്ഥലത്ത്, കൃഷി സ്ഥലത്ത് തന്നെയുണ്ട്. ഒരു ഏക്കറിൽ നിന്ന് നമുക്കൊരു 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ ചിലവ് കഴിച്ച വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു കൃഷിയാണ് കുരുമുളക്. നന്നായി നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് വിളവ് കിട്ടും, സമ്പാദിക്കാനും പറ്റും. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ സാറ് ചെയ്തു തരും. நான் நாகர்கோவிலிருந்து வர்றேங்க. റബ്ബർ മരത്തിനു ഇടയിൽ മിളക് സാകുപടി സാധ്യമാ? റബ്ബറിലിടാം, കൃഷി ചെയ്യാം, നന്നായിട്ട് ചെയ്യാം. റബ്ബറിൻ്റെ വെട്ട് തുടങ്ങിയതാണോ അതോ വെട്ടുന്നില്ലയോ? വെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മരം വണ്ണം തന്നെ ഉണ്ട്. മരം 25 അകലെ എത്രയുണ്ട് റബ്ബർ തമ്മിൽ? 16x16. വെട്ടി നേരെ പോകുന്ന കമ്പ് നിർത്തിയിട്ട് സൈഡിലേക്ക് 1-2 കമ്പ് മുറിച്ച് കളയാം. സൈഡിൽ നേരെ പോകുന്ന നിർത്തുക, സൈഡിലേക്കുള്ള ഷെയ്ഡ് കുറച്ച് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡ് വെട്ടല്ലേ, ആ സൈഡ് വെട്ട് നടക്കല്ലേ ഉള്ളൂ. വെട്ടുന്നതാണെങ്കിൽ ഏത് സൈഡിൽ കൊടി കയറ്റുന്നോ ആ സൈഡിൽ വെട്ടാൻ പറ്റില്ല. അടുത്ത സൈഡ് വെട്ടാൻ മുടിയുമോ? ഇല്ലല്ലോ, മുടിയില്ല, കൊടി കയറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ കൊടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് ഒരു വെട്ടുന്ന ഹൈറ്റ് വരെ, എവിടെ വരെ വെട്ടുന്നുണ്ടോ അവിടെ വൈറ്റ് ഒരു സപ്പോർട്ട് കാലിൽ കയറ്റുക. അവിടെ മുതൽ പിന്നെ മുളക് ഉണ്ടാവുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ എവിടുന്ന വെട്ട് തുടങ്ങുന്നേ, ടാപ്പിങ് തുടങ്ങുന്നേ ആ ഹൈറ്റ് വരെ ഒരു സപ്പോർട്ട് കാലിൽ കൊടി കയറ്റുക. അപ്പോൾ പിന്നെ റബ്ബർ വെട്ടുകയും ചെയ്യാം, മുളകെടുക്കുകയും ചെയ്യാം. ശരി, താങ്ക്സ്.